പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് മരുമക്കൾ എങ്ങനെ യഥാർത്ഥ മക്കളായി മാറുന്നു, അമ്മായിയപ്പനും അമ്മായിയമ്മയും സ്വന്തം മാതാപിതാക്കൾ ആകുന്നത് എങ്ങനെ എന്ന വിഷയത്തെ പറ്റിയാണ്. പ്രിയരെ, ഈ ചോദ്യം ചെറുതല്ല, ഇത് വളരെ ലോലമായ ഒന്നാണ്. പല വീടുകളിലും ഇത് വേദന നിറഞ്ഞ ഒന്നുകൂടിയാണ്. പലർക്കും അറിയാവുന്നതും എന്നാൽ ആരും തുറന്നു പറയാത്തതുമായ ഒരു പരസ്യമായ രഹസ്യമായി ഇത് പലപ്പോഴും നിലനിൽക്കുന്നു. തോബീദിന്റെ പുസ്തകത്തിൽ സാറായെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അവളുടെ മാതാപിതാക്കൾ അവളോട് പറയുന്നത് ഇതാണ്: ഇന്നു മുതൽ തോബിയാസിന്റെ മാതാപിതാക്കൾ നിന്റെയും മാതാപിതാക്കളാണ്. എത്ര പരിശുദ്ധമായ ഒരു പ്രഖ്യാപനമാണിത്! ഇത് വെറുമൊരു സാമൂഹികമായ ഒത്തുതീർപ്പല്ല, മറിച്ച് ആത്മീയമായ ഒരു ദത്തെടുക്കലാണ്. ദൈവിക ഉടമ്പടിയിൽ കൂടെ ഉള്ള ഒരു ഐക്യമാണ്. എങ്കിലും നാം വിനയത്തോടെ സമ്മതിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല കുടുംബങ്ങളും ഇന്ന് പോരാട്ടത്തിലാണ്. പ്രത്യേകിച്ച് മരുമക്കളും അമ്മായിയമ്മമാരും തമ്മിൽ നിശബ്ദമായ സഹനങ്ങൾ നാം കണ്ടിട്ടുണ്ട്. തകർന്ന ബന്ധങ്ങൾ നാം കണ്ടിട്ടുണ്ട്. നിരാശരായ യുവതികളെക്കുറിച്ചുള്ള ദാരുണമായ വാർത്തകൾ പോലും നാം കേൾക്കാറുണ്ട്. ഇവയൊന്നും നിസ്സാര കാര്യങ്ങളല്ല. ഇവ ക്രിസ്തുവിന്റെ ശരീരത്തിലെ മുറിവുകളാണ്. ആത്മീയതയിൽ അഭിമാനിക്കുന്ന ക്രൈസ്തവർക്കിടയിൽ പോലും ഇത്തരം അശാന്തികൾ നിലനിൽക്കുന്നുണ്ട്. പുറത്തുനിന്ന് വന്ന ഒരാൾ എങ്ങനെ നമ്മുടെ സ്വന്തം ആകും എന്ന് ചിലർ രഹസ്യമായി ചോദിക്കാറുണ്ട്. എന്നാൽ ഇത് തിരുവചനത്തിന്റെ ചൈതന്യത്തിന് വിരുദ്ധമല്ലേ? നാം അന്യരായിരുന്നപ്പോൾ ദൈവം നമ്മെ ദത്തെടുത്തില്ലേ? റോമർ 8:15. വിശുദ്ധ യാക്കോബ് പറയുന്നത് പോലെ പ്രവൃത്തികളില്ലാത്ത വിശ്വാസം മൃതമാണ്. യാക്കോബ് 2:17. സ്നാനം സ്വീകരിച്ചതുകൊണ്ട് മാത്രം ഒരാളിൽ ക്രിസ്തുവിനെ പോലെയുള്ള പെരുമാറ്റം താനെ ഉണ്ടാകില്ല. വിശ്വാസം തിരിച്ചറിയപ്പെടുന്നത് അതിൻ്റെ ഫലങ്ങളിലൂടെയാണ്. ദൈവിക കുടുംബങ്ങളുടെ ബൈബിൾ മാതൃകകൾ. രൂത്തിന്റെ പുസ്തകത്തിലെ എലിമേലക്കിന്റെയും നവോമിയുടെയും കുടുംബം നോക്കുക. നവോമി തൻ്റെ മോവാബ്യ മരുമക്കളായ ഓർപ്പയോടും രൂത്തിനോടുമൊപ്പമാണ് ജീവിച്ചത്. രൂത്ത് ഇസ്രയേലിൽ ജനിച്ചവളല്ല, അവൾ ഒരു അന്യദേശക്കാരിയായിരുന്നു. എന്നാൽ ഉടമ്പടിപരമായ സ്നേഹം കാരണം അവളിലൂടെ രൂത്തിന്റെ പുസ്തകം തന്നെ ഉണ്ടായി. എന്തുകൊണ്ട്? കാരണം സ്നേഹം അകലങ്ങളെ മറികടന്നു. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. രൂത്ത് 1:16. യൂദിത്തിന്റെ പുസ്തകത്തിൽ തൻ്റെ മരണത്തിന് മുൻപ് യൂദിത്ത് തൻ്റെ സ്വത്തുക്കൾ ഭർത്താവിൻ്റെ കുടുംബത്തിനും സ്വന്തം കുടുംബത്തിനുമായി വീതിച്ച് നൽകി. ഇത് ആദരവും നീതിയും നിറഞ്ഞ ഒരു ദൈവകേന്ദ്രീകൃത കുടുംബത്തെ പ്രതിഫലിപ്പിക്കുന്നു. തോബിത്തിന്റെ പുസ്തകത്തിൽ ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരോട് അന്തസ്സോടെയും കരുതലോടും കൂടി സംസാരിക്കുന്നത് നാം കാണുന്നു. എസ്തേറിന്റെ പുസ്തകത്തിലെ ഗ്രീക്ക് കൂട്ടിച്ചേർക്കലുകളിൽ അഹശ്വേരോസ് രാജാവ് എസ്തേറിനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് വിവാഹബന്ധത്തിൽ ആദരവിനുള്ള ശക്തിയെ ഓർമ്മിപ്പിക്കുന്നു. പ്രവാസികളായ ദാനിയേലിനെയും കൂട്ടുകാരെയും ഈജിപ്തിലെ ജോസഫിനെയും ഓർക്കുക. അവർ അന്യമായ ചുറ്റുപാടുകളിൽ അപരിചിതരായിരുന്നു. പൊരുത്തപ്പെടുക എന്നത് അവർക്ക് എളുപ്പമായിരുന്നില്ല. എന്നാൽ അവർ ദൈവഭയത്തിൽ വളർന്നവരായതുകൊണ്ട് ആ അന്യദേശത്തും അവർ ദൈവസാന്നിധ്യം കൊണ്ടു നടന്നു. യാക്കോബ് ലാബാന്റെ വീട്ടിൽ വർഷങ്ങളോളം ക്ഷമയോടെയും സഹിഷ്ണുതയോടെയും ജോലി ചെയ്തു. ഒത്തുപോകുക എന്നത് ഒരു ബലഹീനതയല്ല, അത് ദൈവത്താൽ നയിക്കപ്പെടുന്ന ആത്മീയ പക്വതയാണ്. കലഹങ്ങളുടെ വേരുകൾ. കുടുംബങ്ങളിലെ തർക്കങ്ങളിലും ലോകത്തിലെ യുദ്ധങ്ങളും പലപ്പോഴും ഉണ്ടാകുന്നത് അഹങ്കാരം, അരക്ഷിതാവസ്ഥ, അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയം, അല്ലെങ്കിൽ സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന പേടി എന്നിവയിൽ നിന്നാണ്. യുവ ദമ്പതികൾ സ്വകാര്യതയും സ്വാതന്ത്ര്യവും ആഗ്രഹിക്കുന്നു. മുതിർന്ന മാതാപിതാക്കൾ അധികാരം കൈവിടാൻ മടിക്കുന്നു. ഇരുപക്ഷവും ഭീഷണി നേരിടുന്നതായി തോന്നുന്നു.
എന്നാൽ യഥാർത്ഥ യുദ്ധക്കളം പലപ്പോഴും നമ്മുടെ നാവാണ്. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലാണ് എന്ന് വചനം പറയുന്നു. സദൃശവാക്യങ്ങൾ 18:21. ഒരു പരുഷമായ വാക്ക് വർഷങ്ങളോളം മുറിവേൽപ്പിക്കാം. ഒരു മധുരമായ വാക്ക് തലമുറകളെ സൗഖ്യമാക്കാം. യേശു പറഞ്ഞു, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവീൻ. മത്തായിയുടെ സുവിശേഷം 10:16. നിഷ്കളങ്കതയില്ലാത്ത ബുദ്ധി ചതിയായി മാറും. ബുദ്ധിയില്ലാത്ത നിഷ്കളങ്കത സഹനമായി മാറും. ദൈവം നമ്മെ രണ്ടിനും വിളിക്കുന്നു. ലോകം ഇന്ന് അനുഭവിക്കുന്നത് സ്നേഹത്തിന്റെ ദാരിദ്ര്യമാണ്. ആളുകൾ പട്ടിണി കിടക്കുന്നത് ഭക്ഷണത്തിനല്ല, മറിച്ച് അംഗീകാരത്തിനും ആദരവിനും സ്വന്തമെന്ന ഭാവത്തിനും വേണ്ടിയാണ്. ഒരു ആദരവുള്ള വാക്കോ ചെറിയൊരു പരിഗണനയോ മതി വലിയ പിരിമുറുക്കങ്ങളെ ഇല്ലാതാക്കാൻ. ഒരു വ്യക്തിപരമായ ചിന്ത. ചിലപ്പോൾ പ്രായമായ ബന്ധുക്കൾ സന്ദർശിക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കളുടെ മുൻപിൽ വെച്ച് പോലും നാം അവർക്ക് പ്രത്യേക പരിഗണന നൽകിയേക്കാം. അത് സ്വന്തം മാതാപിതാക്കളെ കുറച്ച് സ്നേഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് സ്നേഹം എപ്പോഴും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് വിഭജിക്കപ്പെടുന്നില്ല. ധൂർത്തപുത്രന്റെ പിതാവ് മൂത്ത മകനോട് പറഞ്ഞു, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15:31. യഥാർത്ഥ സ്നേഹം മറ്റൊരാളോടുള്ള ഔദാര്യത്തിൽ ഭയപ്പെടുന്നില്ല. ദത്തെടുക്കൽ എന്ന പ്രക്രിയ നമുക്ക് മനോഹരമായ ഒരു കാര്യം പഠിപ്പിച്ചു തരുന്നു. പല ദമ്പതികളും കുട്ടികളെ ദത്തെടുത്ത് അവരെ സ്വന്തം മക്കളെ പോലെ വളർത്തുന്നു. രക്തബന്ധം മാത്രമല്ല, സ്നേഹമാണ് കുടുംബത്തെ നിർവചിക്കുന്നത് എന്നതുകൊണ്ടാണ് ആ കുട്ടികൾ വളരുന്നത്. ദത്തെടുക്കലുകൾ പരാജയപ്പെടുന്നത് ദൈവഹിതം കൊണ്ടല്ല, മറിച്ച് മനുഷ്യന്റെ ലൗകികമായ പക്വതയില്ലായ്മ കൊണ്ടാണ്. ആത്മീയ കാഴ്ചപ്പാട്. ഈ ഭൂമിയിൽ നാം താൽക്കാലിക നിവാസികളാണ്. നാം തീർത്ഥാടകരാണ്. ഇത് തിരിച്ചറിയുമ്പോൾ നമ്മുടെ പല അഹങ്കാരങ്ങളും അപ്രസക്തമാകും. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആർ നമുക്ക് വിരോധമായിരിക്കും? റോമർ 8:31. തിന്മയെ നന്മയാക്കി മാറ്റുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. താണനിലത്തെ നീരോടു, അവിടെ ദൈവം തുണ ചെയ്യൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എവിടെ വിനയമുണ്ടോ അവിടെ ദൈവസഹായം ഉണ്ടാകും. ഒത്തുപോകുന്നത് തോൽവിയല്ല, അത് ആത്മീയ കരുത്താണ്. തിരുവചനം നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്തുവാൻ അനുവദിച്ചാൽ ബാലിശമായ അഹങ്കാരങ്ങൾ മാറി ക്രിസ്തുവിൻ്റേതുപോലുള്ള പക്വത നമുക്കും ഉണ്ടാകും. മാറ്റത്തിനായുള്ള സ്നേഹപൂർവമായ ഒരു അഭ്യർത്ഥന. നമുക്ക് സ്നേഹത്തോടെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. മാതാപിതാക്കൾ മരുമക്കളെ സ്വന്തം മക്കളായി അനുഗ്രഹിക്കട്ടെ. മരുമക്കൾ അമ്മായിയപ്പനെയും അമ്മായിയമ്മയെയും സ്വന്തം മാതാപിതാക്കളായി ബഹുമാനിക്കട്ടെ. ഭർത്താക്കന്മാർ ഭാര്യയെയോ മാതാപിതാക്കളെയോ ഒറ്റപ്പെടുത്താതെ അവർക്കിടയിൽ സമാധാനത്തിന്റെ ഒരു പാലമായി മാറട്ടെ. ഭാര്യമാർ ഭിന്നിപ്പിക്കുന്ന വാക്കുകൾക്ക് പകരം ബന്ധിപ്പിക്കുന്ന വാക്കുകൾ സംസാരിക്കട്ടെ. ഓരോ കുടുംബവും അടുത്ത 30 ദിവസം ബോധപൂർവം ആദരവോടെ സംസാരിക്കാൻ പരിശീലിക്കട്ടെ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടുംബമായി ചേർന്ന് വിശുദ്ധ ഗ്രന്ഥം വായിക്കാം. ക്ഷമ ചോദിക്കാൻ വേഗത കാണിക്കുക, ക്ഷമിക്കാൻ അതിലും വേഗത കാണിക്കുക. ഒരു തലമുറയെങ്കിലും ഈ നിശബ്ദ ശത്രുത അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വരും തലമുറകൾ സൗഖ്യം പ്രാപിക്കും. നമ്മുടെ വീടുകളെ നിർവചിക്കുന്നത് അഹങ്കാരമല്ല, സ്നേഹമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ലവനായ പിതാവേ, ഞങ്ങൾ അന്യരായിരുന്നപ്പോൾ അങ്ങ് ഞങ്ങളെ ദത്തെടുത്തു. ഞങ്ങൾ അങ്ങയിൽ നിന്ന് അകന്നിരുന്നപ്പോൾ അങ്ങ് ഞങ്ങളെ മക്കൾ എന്ന് വിളിച്ചു. അങ്ങയുടെ ഹൃദയം ഞങ്ങളുടെ കുടുംബങ്ങളിലും പ്രതിഫലിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മുറിവേറ്റ മരുമക്കളെ സൗഖ്യമാക്കണമേ. ഉത്കണ്ഠാകുലരായ അമ്മായിയമ്മമാരുടെ മനസ്സ് മൃദുവാക്കണമേ. പിതാക്കന്മാർക്ക് വിവേകം നൽകണമേ. ഭർത്താക്കന്മാർക്ക് ധൈര്യവും നീതിബോധവും നൽകണമേ. ഭാര്യമാർക്ക് ക്ഷമയും കൃപയും നൽകണമേ. ഞങ്ങളുടെ നാവിനെ പരുഷതയിൽ നിന്ന് കാക്കണമേ. ഞങ്ങളുടെ വീടുകളെ അനുഗ്രഹത്തിന്റെ വാക്കുകളാൽ നിറയ്ക്കണമേ.
അഹങ്കാരം മതിൽ തീർത്തെടുത്ത് പാലങ്ങൾ പണിയണമേ. മൗനം വേദന ഒളിപ്പിച്ചെടുത്ത് സൗമ്യമായ സത്യം കൊണ്ടുവരണമേ. നിരാശയുള്ളിടത്ത് പ്രത്യാശ നൽകണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ വീടുകളെ ഭൂമിയിലെ ചെറിയ സ്വർഗങ്ങളാക്കി മാറ്റണമേ. തിരുവചനം ഞങ്ങളെ നയിക്കട്ടെ. വിനയം ഞങ്ങൾക്ക് സംരക്ഷണമാകട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒന്നിപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ആമേൻ. ദൈവമായ കർത്താവെ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തു രക്ഷിക്കുന്നവനുമാകയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹാ, നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.